ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ചാരിറ്റിയാണ്. നിങ്ങൾ മടിയും സ്വാർത്ഥ താല്പര്യവും കൂടാതെ ചാരിറ്റി ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്കോ മക്കൾക്കോ ഫ്രണ്ട്സിനോ നിങ്ങളുടെ മുന്നിൽ സഹായ അഭ്യർത്ഥനയോടുകൂടി വരുന്ന ആളുകൾക്കോ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ്. അത് അവരോടൊപ്പം ചിലവഴിക്കാൻ കഴിയുന്ന സമയമായിരുന്നാലും സ്നേഹമായിരുന്നാലും സാമ്പത്തിക സഹായമായിരുന്നാലും ഒരു ഇമോഷണൽ സപ്പോർട്ടായിരുന്നാലും എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% ചാരിറ്റിക്കായി മാറ്റിവെക്കുക. മണി ബ്ലോക്കേജസ് ഒക്കെ ഉള്ളവർ കൃത്യമായിട്ട് വരുമാനത്തിൻ്റെ 10% മാറ്റിവെക്കുക എന്ന് തന്നെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് നിറഞ്ഞ മനസ്സോടെയും പൂർണ്ണ തൃപ്തിയോടെയും തന്നെ കൊടുക്കുക. അതുപോലെ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിവുള്ളത് എന്താണെങ്കിലും അതിൻ്റെ ഇരട്ടിയായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഈ കാർഡിലൂടെ ഭഗവാൻ തരുന്നത് കേട്ടോ. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ബി ഹംബിൾ ആണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെയും സ്വയം പഴിക്കുന്നതുമായ സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്ന് ഇവിടെ പറയുന്നുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ എനർജി ലോ ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എനർജി ലോ ആക്കുന്ന മനസ്സിലെ സകല വികാര വിചാരങ്ങളും, അത് ദേഷ്യം, അസൂയ, കുറ്റം പറച്ചിൽ, അഹങ്കാരം, അങ്ങനെ മനസ്സിൽ വരുന്ന ഏത് ചിന്തകളായിരുന്നാലും അതിനെ മാറ്റുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഇത്തരം ചിന്തകൾ നിങ്ങൾക്ക് തന്നെയാണ് ദോഷമായിട്ട് വരുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങളിലുള്ള നല്ല എനർജി കൂടെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നുകൂടെ നിങ്ങൾ അറിയണം എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. നിങ്ങൾ എന്താണോ പ്രപഞ്ചത്തിലിട്ട് ചിന്തകളുടെ രൂപത്തിൽ കൊടുക്കുന്നത് സെയിം എനർജി തന്നെയാണ് നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റായി വരുന്നത് എന്നുള്ളൊരു പ്രാപഞ്ചിക സത്യത്തെ അറിയുവാനും ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട്. അതുകൊണ്ട് ചിന്തകളെയെല്ലാം വളരെ പോസിറ്റീവാക്കി യൂണിവേഴ്സിന് സമർപ്പിച്ച് പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളിലോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാത ഫോളോ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. അടുത്ത മെസ്സേജ് ഡിവൈൻ ദർശനാണ്. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങളെ ഭഗവാൻ ശരിയായ ദിശാബോധത്തിലൂടെ നയിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിൻ്റെ ശാശ്വതമായ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഭഗവാൻ പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് എപ്പോഴും കൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഈ ഒരു താങ്ങും തണലും ഈ സപ്പോർട്ടും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. അതുകൊണ്ട് ഭഗവാനെ വിശ്വസിച്ച് ധൈര്യമായിട്ട് നിങ്ങൾ ഓരോ ഫേസും ഓരോ സാഹചര്യങ്ങളും നിങ്ങൾ ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അടുത്ത ഗീത ഡെക്കിന് കിട്ടിയ കാർഡ്സ്, ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ആത്മാവിനെ ഒന്നിനാലും നശിപ്പിക്കാനാകുന്നതല്ല. ആത്മാവെന്ന് പറയുന്നത് ശാശ്വതമാണ്. നിങ്ങൾ എന്തെല്ലാം സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ സോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെയും ഭഗവാൻ തരുന്നത്. നിങ്ങളിലുള്ള ആത്മീയ ചൈതന്യത്തെ കെടുത്തുവാനോ നശിപ്പിക്കുവാനോ ഒരു സാഹചര്യങ്ങൾക്കും കഴിയുകയില്ല. അതുപോലെ തന്നെ അത് ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സോളാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്.
ഓരോ സോളും ഭഗവാന്റെ തന്നെ അംശമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഓരോരുത്തരിലും കുടികൊള്ളുന്നത് ഭഗവാന്റെ ചൈതന്യവും തന്നെയാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. അടുത്ത മെസ്സേജ് ഓഫറിങ് എവറിത്തിങ് ടു ഗോഡ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. എല്ലാ പ്രവൃത്തികളും ചിന്തകളും ഭഗവാനിലോട്ട് സമർപ്പിക്കുക. ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്താലും അത് ഭഗവത് സ്മരണയാൽ ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങളിലോട്ട് മോക്ഷത്തിലോട്ടുള്ള ഒരു വഴി നിങ്ങളിലോട്ട് തുറന്നു വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. നിങ്ങളുടെ ഭഗവാനിലുള്ള അകമഴിഞ്ഞ ഭക്തി ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും ഇവിടെ തരുന്നുണ്ട്. അടുത്തത് സുപ്രീം സോഴ്സ് ആണ്. സർവചരാചരങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അതുപോലെ എല്ലാ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഈ തത്വത്തെ അറിഞ്ഞ് ഉൾക്കൊണ്ട് ഭഗവാനിൽ സമർപ്പണം ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് പുറമെ ഭഗവാൻ മോക്ഷപ്രാപ്തി നൽകി ഭഗവാനിലോട്ട് തന്നെ ലയിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു ഗ്രേറ്റ് മെസ്സേജാണ് ഇവിടെ തരുന്നത്. അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് ഹൂ ഈസ് ഹാപ്പി എന്നുള്ളതാണ്. ഹൃദയശുദ്ധിയോടെ ഒരു കാര്യസാധ്യങ്ങൾക്കും വേണ്ടി അല്ലാതെ ഒന്നിനു വേണ്ടിയും ആഗ്രഹിക്കാതെ കറ കളഞ്ഞ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാൻ എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അത്തരത്തിൽ ഭഗവാനെ ഭജിക്കുന്നവർ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രമായി തീരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇന്നിവിടെ തരുന്നത്. അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾ ചാരിറ്റി ചെയ്യുക. ദേഷ്യം, വൈരാഗ്യം അങ്ങനെയുള്ള സകല ഈഗോയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ പുതിയൊരു ഇമോഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രപഞ്ചത്തിന് കൊടുക്കുക. സെയിം എനർജീനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക. എപ്പോഴും പോസിറ്റീവായിരിക്കുക. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനെ സ്മരിച്ച് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് മോക്ഷപ്രാപ്തിയിലോട്ടൊരു വഴി തെളിഞ്ഞു വരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജൊക്കെയാണ് ഇന്നിവിടെ ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.